യേശു ആരാ? നിനക്ക് സൗഖ്യം മാത്രം തരുന്ന ഒരു ഡോക്ടർ അല്ല എന്റെ യേശു. യേശു ആരാ? നിനക്ക് സ്വസ്ഥത ഒരു കൗൺസിലർ മാത്രമല്ല എന്റെ യേശു. നിനക്ക് ആരാ? യേശു ആരാ? നിനക്ക് വീട് വെച്ച് തരുന്ന ഒരു കോൺട്രാക്ടർ മാത്രമല്ല യേശു. യേശു ആരാ? അവൻ രക്തങ്ങളാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, അവൻ നിത്യനായ ദൈവമാണ്, അവൻ നിത്യപാറയാണ്, അവൻ യുഗങ്ങളുടെ പാറയാണ് എന്റെ യേശു. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ എങ്ങനെ വരണമെന്ന്? ആർപ്പോടെ വരണം. ആർപ്പോ ഇട്ടോ കാണണമെങ്കിലേ ഈ വർഷാവർഷം ഞങ്ങള് കുട്ടനാട് വരണം. അവിടെ നല്ല വള്ളംകളിയുണ്ട്. വള്ളംകളിയുടെ നാട് ഞങ്ങളുടെ കുട്ടനാട് അല്ലേ? കുട്ടനാട് അവിടെ ഒത്തിരി വള്ളംകളിയുണ്ട്. ഞങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് മേപ്പാടം ചുണ്ടൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ചുണ്ടന്മാരുടെ വള്ളംകളിയുണ്ട്. അവിടെ വന്ന് നിൽക്കുമ്പോൾ എത്ര അനങ്ങാത്തവനും ഒന്ന് അനങ്ങും, എത്ര തുള്ളാത്തവനും ഒന്ന് തുള്ളണമെന്ന് തോന്നും. കാരണം അവിടെ കേൾക്കുന്ന പാട്ടിന്റെ ഈണവും താളത്തിലും ആമേൻ വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ പ്രത്യേക ഫീൽ പോകുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, 1 or 2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വള്ളംകളിയുടെ പിന്നിൽ ഇത്രയൊക്കെ ഓളമുണ്ടെങ്കിൽ നിത്യനായ എന്റെ ദൈവത്തെ ആരാധിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിട്ടോണം. കേട്ടോ? ഹല്ലേലൂയ പറയാൻ പറയുമ്പോ അടുത്തിരിക്കുന്നവർക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ വയ്യ മാസ്റ്ററെ എന്നല്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അതൊരു ഹല്ലേലൂയ ആയിരിക്കണം. ഞാൻ ഒരിക്കലും ചർച്ചിൽ ഒരു അനുഭവം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഒരു ദൈവത്തിന്റെ ദാസൻ നാൽക്കവലയിൽ നിന്ന് പരസ്യയോഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ ആ കാലത്ത് ശക്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹം നിന്ന് കവലയിൽ നിന്നും ശക്തമായി അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രസംഗവും വചനം കേട്ട് അവൻ പൊറുതിമുട്ടിയ ഒരു മനുഷ്യൻ, ഒരു ആനപ്പാപ്പാൻ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്നതിന്റെ പുറകിൽ കൊണ്ടുവന്ന അദ്ദേഹം അവൻ ഒരു വലിയ കൂറ്റനായ ഒരു ആനയെ കൊണ്ട് നിർത്തി. എല്ലാവരും മാറി നിന്ന് ചിരിക്കുകയാണ്. ഉപദേശി പ്രസംഗിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആന അറ്റാക്കോന്ന് അയാൾ അപ്പച്ചാകും. ഇത് കാണാൻ വേണ്ടി ഒരു കൂട്ടം ജനം ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ധാരണ നിൽക്കുന്ന കടാകടിയനായ ഒരു വലിയ ഒരു ആന ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തിയത് ആ മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞ് ഒരൊറ്റ ശബ്ദം ഹല്ലേലൂയ, ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞതേ ഉള്ളൂ. ആന തുമ്പിക്കൈ പൊക്കി മുട്ടുകുത്തി ആമേൻ ആ ദൈവദാസന്റെ മുൻപിൽ ഇരുന്നു. ഹല്ലേലൂയ. ആമേൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അദ്ദേഹം പ്രസംഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. ആനപ്പാപ്പാൻ പഠിച്ച പണി 18 നോക്കി, 56 നോക്കി. ആന അനങ്ങുന്നില്ല. ആന മുട്ടുകുത്തി, ആന തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്നതല്ലാതെ ആന ചലിക്കുന്നില്ല. അവസാനം തന്റെ തെറ്റ് മനസ്സിലായ പാപ്പാൻ ഓടി അവൻ ആ ദൈവദാസന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു, അല്ലയോ ദൈവദാസനെ, ക്ഷമിച്ചാലും അന്ന് പ്രസംഗിക്കുന്ന യേശു ശക്തിയുള്ളവരാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ ആനയെ എനിക്ക് പറയുന്ന പോലെ തിരിച്ചു തരണമേ. ആമേൻ. ആ മനുഷ്യൻ തിരിച്ചു വന്ന് ആ ആനയുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു ഹല്ലേലൂയ. ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞത് ആന പഴയതുപോലെ എഴുന്നേറ്റ് തന്റെ മുറം പോലെയുള്ള ചെവികൾ വീശി തന്റെ പാപ്പാന്റെ അടുക്കലേക്ക് ചേർന്നു നിന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നീ പറയുന്ന ഹല്ലേലൂയയ്ക്കും നീ പറയുന്ന സ്തോത്രത്തിനും നീ പറയുന്ന ആമേനും ശക്തിയുള്ള ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിയിട്ട് ദൈവ സന്നിധിയിൽ എഴുന്നേറ്റ് പോകാവൂ. ഇന്ന് ലോകത്ത് പ്രത്യേക ഇന്ത്യയിൽ മുഴുവനും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യോഗ. കേട്ടിട്ടുണ്ട്? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ യോഗ പഠിക്കാനുണ്ട്. യോഗ പഠിപ്പിക്കും. യോഗ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പൈശാചികമായ സംഭവമാണെങ്കിൽ പോലും
ആമേൻ. ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യന്റെ ചിന്താശേഷിയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടെയാണ് ഈ യോഗ എന്നൊക്കെ പറയുന്നത്. യോഗ, യോഗ യോഗ ആയുസ് കൂടുമെന്നൊക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ ആ യോഗയിൽ ആമേൻ അവർ വളരെ ശാന്തമായി ഇരുന്ന് അവർ മെഡിറ്റേഷൻ ചെയ്യും, അവർ ധ്യാനിക്കും അല്ലേ, ധ്യാനിക്കും. ധ്യാനം ഇങ്ങനെ, ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ്. ശബ്ദം ഉയർത്തി നമ്മൾ എന്ത് ചെയ്യണം? ഈ യോഗയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യോഗയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ലാപ്സ് എന്ന് പറയും, ചിരിക്കുക. മണിക്കൂറുകളോളം ചിരിക്കും അവര്, മണിക്കൂറുകളോളം. അതവർ കൈവച്ചാണ് ചിരിക്കുന്നത്. ആ ചിരി അവർ പറയുന്നത്, അങ്ങനെ ചിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ ഞരമ്പുകൾ, നെർവ്സ് ഉണരും, അവർക്ക് ബുദ്ധി വികസിക്കും, അവരുടെ സങ്കടങ്ങൾ മാറിപ്പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത് യോഗയിൽ പറയുന്ന ഒരു കാര്യമാണ് ക്ലാപ്സ്. ഒന്ന് ലാപ്സ്, 2 ക്ലാപ്സ് എന്ന് പറഞ്ഞാൽ കൈകൊട്ടുക. അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ 10 വിരലുകൾ തമ്മിൽ അവൻ ചില സമയങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ കൈകളിൽ ഉറങ്ങിക്കിടക്കുന്ന ഞരമ്പുകൾ ഉണരുകയും ആ ഞരമ്പുകളിൽ നിന്ന് സന്ദേശം മറ്റുള്ള ഞരമ്പുകളിലേക്ക് വ്യാപരിക്കുകയും അത് നമ്മുടെ തലച്ചോറിലെത്തുകയും തലച്ചോറിൽ നിന്നും പുതിയ സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉണർവ് ഉണ്ടാകും എന്നാണ് ഈ യോഗ പഠിപ്പിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഇത് യോഗ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കർത്താവിന്റെ വചനത്തിൽ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കൈ കൊട്ടുവീൻ, സാത്താൻ നിങ്ങളെ വിട്ട് വാത്തക്കോഴി പോലെ ഇരിക്കുക. അമ്മേ കൈയടിക്കാൻ പറഞ്ഞ് കൈയടിക്കാൻ വയ്യ ഫാസ്റ്റേ. കൊളസ്ട്രോളാണ്, ഷുഗറാണ്, പ്രഷറാണ്, അതെല്ലാം പോയിട്ട് ഇപ്പം അസ്ഥി തേയ്മാനമാണ് ഫാസ്റ്റേ. കൈ അനക്കാനായിട്ട് ഇനി അങ്ങനെ ആക്കി വെച്ചിരിക്കുവോ പിശാച്? കർത്താവിനോട് പറ, ദൈവമേ എനിക്ക് കരമടിച്ച് നിന്നെ ആരാധിക്കണം, എനിക്ക് നിന്നെ കരം ഉയർത്തി സ്തുതിക്കണം അപ്പ, എനിക്ക് നിന്നെ കൈ അടിച്ച് ആരാധിക്കണം കർത്താവേ. ദൈവത്തിന്റെ വചനം പറയുന്നു, 10 കമ്പിയുള്ള വീണ കൊണ്ടും പാദസ്വരം കൊണ്ടും സ്വരം കൊണ്ട് ദൈവത്തെ അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ഉണ്ടോ? എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം, എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ വരരുത് എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ വരണം? സ്തോത്രത്തോടെ വരണം, സന്തോഷത്തോടെ വരണം. എന്റെ പൊന്നു കർത്താവിൽ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് മുടിഞ്ഞ ദിവസം ഇല്ലാതിരുന്നു. ഞായറാഴ്ച രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 11, 12, 1 മണി വരെ ആ പാസ്റ്ററിന്റെ ലാത്തി അടിയും കേട്ട് അവിടെ പോയി കുത്തിയിരിക്കണമല്ലോ. ദൈവമേ, എങ്ങനെയെങ്കിലും ഉച്ച കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞോണ്ടാ പള്ളിക്കാർ കയറി വരുന്നത്. ഇനി വന്നില്ലേ ആരാധന കഴിഞ്ഞ ആശീർവാദം കഴിഞ്ഞോടനെ അങ്ങാരം കൊണ്ട് എടുക്കും, വിളിക്കാൻ തുടങ്ങി. എന്താ ഇത്ര വരാത്തെ? പിന്നെ അതിന് മറുപടി പറയണം. അതുകൊണ്ട് പലരും ഇങ്ങ് മടിച്ചങ്ങ് വന്നു പോവുക. പക്ഷെ അങ്ങനെ വന്നാൽ നീ ശപിക്കപ്പെട്ടു പോകത്തേ ഉള്ളൂ. നീ എന്റെ കുടുംബം ഗതി പിടിക്കത്തില്ല. ഇല്ല, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ ബാധ്യസ്ഥനാണ്. എന്നെ നടത്തിയ ദൈവത്തെ, എന്നെ അവൻ പുലർത്തിയ ദൈവത്തെ, എന്നെ എന്റെ കുടുംബത്തെ കരുതിയ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ആ ഉൾക്കാഴ്ചയോടെ, ആ ആകാംക്ഷയോടെ അവൻ എന്റെ സഭയോടുകൂടി ചേർന്ന് എനിക്ക് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നുള്ള അവൻ ഉത്സാഹത്തോടെ നീ ദൈവത്തിന്റെ ആലയത്തിൽ വന്നാൽ നീ മടങ്ങി വന്നതുപോലെ അല്ല, നീ അപ്പൊ എങ്ങനെ വരണം? സ്തോത്രത്തോടെ വരണം. എങ്ങനെ വരരുതെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ വരരുത്? അലംഭാവത്തോടെ വരരുത്, അലക്ഷ്യമായി വരരുത്. ചിലർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞായറാഴ്ച 2 മണിക്കൂർ ആരുടെ
ശല്യമില്ല. ഉറങ്ങാന്ന് വിചാരിച്ച വരുന്നത്. ഉറങ്ങാനുള്ള സ്ഥലമല്ല ദൈവത്തിന്റെ സന്നിധി. അവന് കൊടുക്കണം. എന്ത് കൊടുക്കണം? അവന്റെ നാമത്തിന് അതുപോലെ തക്ക മഹത്വം. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത നിങ്ങൾ പറ. ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ വരുമ്പോ കൊടുക്കുന്ന സല്യൂട്ടാണോ പഞ്ചായത്ത് മെമ്പർ വരുമ്പോ കൊടുക്കുന്നത്? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വരുമ്പോ കൊടുക്കുന്ന സല്യൂട്ടാണോ നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ വരുമ്പോ കൊടുക്കുന്നത്? ആമേൻ. വേണ്ട വേണ്ട. ഇവിടുത്തെ മുഖ്യമന്ത്രി വരുമ്പോ കൊടുക്കുന്ന സല്യൂട്ടാണോ ഇവിടുത്തെ പ്രധാനമന്ത്രി വരുമ്പോ കൊടുക്കുന്നത്? ഇവിടുത്തെ പ്രധാനമന്ത്രി വരുമ്പോ കൊടുക്കുന്ന സല്യൂട്ടാണോ ആമേൻ ഇവിടുത്തെ ഗവർണർ വരുമ്പോ കൊടുക്കുന്നത്? ഇല്ല അല്ലേ? അതിന് അതിൻ്റെതായ മഹത്വമുണ്ടെങ്കിൽ രാജാവി രാജാവും കർത്താവി കർത്താവും സകല ദേവന്മാർക്കും മീതെ മഹാരാജാവുമായ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ എങ്ങനെ വരണം? ഉല്ലാസത്തോടെ വരണം, ആനന്ദത്തോടെ വരണം, ആവേശത്തോടെ വരണം, ആത്മാർത്ഥതയോടെ വരണം. അങ്ങനെ വന്നൊരു സ്വോത്രം പറഞ്ഞു നോക്ക്. ദേശത്ത് ഇരിക്കുന്ന കുടിയിരിപ്പുകൾ ഇളകും, അന്ധകാര മണ്ഡലങ്ങൾ തകരും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഈ ആളുകൾ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങി പോകുന്ന ദൈവം സഹായിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവ മഹാദൈവമല്ലോ. മഹാദൈവത്തിന്റെ മുന്നിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. കേട്ടോ മക്കളെ, കുഞ്ഞുങ്ങളെ, കേട്ടോ പറഞ്ഞേട്ടോ. കണ്ണ് തുറന്ന് അവിടെ എവിടെയും നോക്കി അതും കണ്ട് ഇതും കണ്ട് അപ്പുറത്തും പല്ലുവിളിച്ച് ഇപ്പുറത്തും പല്ലുവിളിച്ച് കൈയടിക്കാൻ പറയുമ്പോൾ വെറ്റിലയില് തുണ്ണാമ്പ് തേക്കുന്ന പോലെ രണ്ട് ഉറപ്പൊക്കെ ഇട്ട് ഉറച്ച് അല്ലല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ മഹാരാജാവാ. കേട്ടോ? ആരാ? പിള്ളേർ മാത്രം പറഞ്ഞ നമ്മുടെ ദൈവം ആരാ മക്കളെ? നമ്മുടെ ദൈവം ആരാ മക്കളെ? മഹാരാജാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭയത്തോടെ വന്ന് നിൽക്കണം, ചൊറിഞ്ഞു വന്ന് നിൽക്കരുത്. കേട്ടോ? കണ്ണു തുറന്ന് നിൽക്കരുത്. അവനെ ആരാധിക്കുമ്പോൾ ഭയഭക്തിയോടെ ആരാധിക്കണം. അവനെ സേവിക്കുമ്പോൾ ഭയഭക്തിയോടെ സേവിക്കണം. ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സമയം നൽകിയാതെ